അധികം പൊക്കിയ പന്തൽ ആകാശത്തെത്തും. എന്നാ ഒരു 2 ഇഞ്ച് താത്തിക്കോളൂ. അങ്ങോട്ട് 2 ഇഞ്ച് താത്തിക്കോളൂ. എനിക്കൊരു സംശയം, പന്തലിന് വലിപ്പം പോരത് നേരാ. രാധയുടെ നിശ്ചയത്തിന് നാട്ടുകാർ മുഴുവൻ വരുന്ന ഉറപ്പാ. പാതി വരെ വെയിൽത്തിരുന്ന് ശരിയല്ലല്ലോ. ഇതുപോലെ ഒന്നും കൂടി സംഘടിപ്പിച്ച വടക്കേ മുറ്റം കൂടി തണുപ്പിക്കാം. വടക്കേ മുറ്റം മാത്രമല്ല, നടവഴി വരെ നമ്മളാണ് തണുപ്പിക്കും. ഇതുപോലെ 2 കൂടി വരുന്നുണ്ട്. നല്ല നീ വേഗം ജീപ്പ് ഇറക്കി അതും കൂടി എടുത്തോണ്ട് വാ. ജീപ്പ് ഇറക്കാനൊന്നുമില്ല, ഇറക്കത്തിൽ നിർത്തിട്ടാ വന്നത്. ഒന്ന് തള്ളി തന്ന അപ്പ സ്റ്റാർട്ടാവും. ഞാൻ തള്ളിത്തരാടോ. ഒരു അധികാരി തള്ളി എന്താ ജീപ്പ് സ്റ്റാർട്ടാവില്ലേ? സ്റ്റാർട്ട് ആവും. എന്നെ അധികാരിപ്പടിയിൽ ഇറക്കുക. നിശ്ചയാകുമ്പോഴേ ഞങ്ങൾ എത്തും. ചെക്കന്റെ ആൾക്കാർ ഇങ്ങ് എത്തുന്നതിന് മുമ്പ് അധികാരി എത്തണം. എത്തും എന്ന മാഷോടൊന്ന് പറഞ്ഞിട്ട് പോവാം. മാഷേ, മാഷ് രാവിലെ തന്നെ വീണ്ടും കിടന്നു. അച്ഛൻ കിടക്കല്ല, ഇരിക്കുക. അത് മനസ്സിലായി. ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയെന്നാ വിവരമുള്ളവര് പറയാ. ആരായി ഇരുന്നുറങ്ങണമെന്ന് അറിയോ ദിനകരന്? അധികാരിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതെന്റെ അച്ഛനല്ലേ, ഇനി അച്ഛനല്ല എന്ന് പറയാൻ പോവാ. ഏയ്, സത്യം പറഞ്ഞ അച്ഛൻ തന്നെയാ. എന്നാലും ഒരച്ഛാന്ന് വിളിച്ചാ പോരാ, കോടാനുകൂടി അച്ഛാന്ന് വിളിക്കണം. അത്രയും സത്യസന്ധനും നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു അച്ഛനായത്. കുളി കഴിഞ്ഞ് ചന്ദ്രപ്പൊട്ടും തൊട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? ഈ നേരത്തെ യാത്ര പറഞ്ഞ മാഷെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. പോയിട്ട് വരാം. അച്ഛാ, 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 അച്ഛാ. എന്താടാ? ഉറങ്ങിയതാണോ കാറ്റ് പോയതാണോ നോക്കിയതാ. കാറ്റുണ്ടോന്ന് അറിയാൻ എന്തിനാടാ രാമനാമം ചെല്ലണ പോലെ അച്ഛ അച്ഛന്ന് വിളിക്കണേ? മൂക്കില് വിരല് വെച്ച് നോക്കിയാ പോരെ? അച്ഛൻ ഒരച്ഛനല്ല, ഒരുപാട് അച്ഛനാണെന്ന് അധികാരി പറഞ്ഞു. അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മോന്റെ അച്ഛൻ എന്റെ അടുത്തേ, ഞാൻ ഇനി ഇത് എവിടെയാ പോയി തരിക? അതാരുടെ കാല? എന്റെ കാല. ചെറിയമ്മ എന്താ ഇവിടെ? നിന്റെ കാലുമേ പാദസരം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് കുളിക്കുമ്പോ ഞാൻ അഴിച്ചു വെച്ചു. അസലായി. ഇന്ന് നിന്റെ കല്യാണം നിശ്ചയിട്ടാ അത് അഴിച്ചു വെക്ക. അതൊക്കെ ഇട്ടിത്തിരി ശബ്ദം ഉണ്ടാക്കണേ. ഏടത്തിയുടെ നിലവിളക്ക് കട്ടിലിനിടയിലുണ്ടെന്ന് ദിനകരൻ പറഞ്ഞിട്ട് അതിവിടെ കാണാനില്ലല്ലോ. ആരെങ്കിലും കട്ടോണ്ട് പോയോ ആവോ? നാട് നിറച്ച് കള്ളന്മാരാ. എന്താ ചെയ്യാ? അതിനാല് വിഷുക്കണി വെക്കാൻ ചെറിയച്ഛൻ കൊണ്ടുപോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ, ഞാൻ ഇനി എവിടെയാ പോയി തിരയ എന്റെ ഈശ്വരാ? ഒരിടത്തും കാണാനില്ലല്ലോ. കണി വെക്കാൻ എടുത്തോണ്ട് പോയ ഏടത്തിയുടെ നിലവിളക്ക് നിങ്ങൾ എവിടെയാ കൊണ്ടുവച്ചത്? കിട്ടി എന്റെ കൃഷ്ണ. ഞാനിത് തിരയാത്ത സ്ഥലമില്ല. മാഷിന്റെ അതേ ഏടത്തേക്ക് വിളക്ക് വെക്കാൻ പോവാ.